യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതിയെ ആയ യു പ്രതിഭയുടെ മകനെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. കുട്ടികളല്ലേ, കൂട്ടുകൂടി കാണും, കൂട്ടുകൂടിയിരുന്ന് വലിച്ചു കാണും, അതിത്ര വലിയ കാര്യമാക്കാനുണ്ടോ? മോശപ്പെട്ടതൊന്നും അവർ ചെയ്തിട്ടില്ല, FIR ഞാൻ വായിച്ചു നോക്കിയതാണ് എന്നും പറയുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പിടിച്ച കേസിനെ ഇത്ര നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് സംസാരിച്ചതെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? നമുക്കൊന്ന് കേട്ടുവരാം. പ്രതിഭാഗയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലും ഇല്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാട്ടാ, വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നാൽ വീടി വലിക്കുമായിരുന്നു, കെട്ടുകിടക്കുന്ന വീടി വലിക്കുന്ന സമയത്ത് അടുത്ത സമയത്ത് വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കൂളായി നിസ്സാരവൽക്കരിച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇത് കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സില്ലിയായി കാണുന്നത് ആദ്യമായിട്ടല്ല. ഭരണഘടനയെ കുന്തമാണ്, കുടച്ചക്രമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ഇതെല്ലാം പഠന ശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കല്ലൂരുണ്ടായ അപകടത്തിൽ എല്ലാം കണ്ട് ആസ്വദിച്ചതിനു ശേഷം തൻ്റെ ഗൺമാൻ പറഞ്ഞിരുന്നു അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. നമുക്കതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണ്ടേ? ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു നിരീക്ഷകൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകും. അതായത് NDPS ആക്ട് 27-ാം വകുപ്പ് പ്രകാരം എടുത്ത കേസാണ്. പോലീസല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുത്ത കേസിൽ 9-ാം പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ. 14 വയസ്സാണുള്ളത്. കേസെന്താണെന്നറിയാമല്ലോ, കൂട്ടുകൂടിയിരുന്ന് കഞ്ചാവ് വലിച്ചു എന്നുള്ളതാണ്. ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നതുമാണ്. അപ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിനെ കുറിച്ചുള്ള കാര്യത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, കുട്ടികളല്ലേ, കൂട്ടുകൂടും, പുക വലിച്ചിട്ടുണ്ട്, ഞാനും വലിച്ചിട്ടുണ്ട്. MDയെ കാണുമ്പോൾ MD ഒരു കെട്ട് ബീഡിയുമായാണ് കണ്ടത് അദ്ദേഹത്തെ. ജയിലിൽ വെച്ച് ഞാനും വലിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ വെച്ച് ബീഡി വലിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ജയിലിൽ ബീഡി കിട്ടും എന്നും തെളിയിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുട്ടികളായാൽ കൂട്ടുകൂടും, ഇടയ്ക്കൊക്കെ ഒരു പുക വലിക്കും. ഇതൊക്കെ വലിയ കാര്യമാണോ? കുട്ടികൾ മോശപ്പെട്ടതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ സാക്ഷരത കേരളത്തിലെ ഒരു സാംസ്കാരിക മന്ത്രി എപ്പോലുള്ളവർ പറയാൻ പറ്റിയ വാക്കുകൾ തന്നെയാണോ? കാരണം ഒരു സാധാരണക്കാരനല്ല ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഒരു മന്ത്രിയാണ്. അത് വെറും മന്ത്രിയല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ഒരു പ്രേക്ഷകൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം വേണം ഇത്തരത്തിലുള്ള ഈ മൃദുവായത്വം പറയുന്നവരെ നിയന്ത്രിക്കാൻ. ഇതിപ്പോ ഈ മന്ത്രിസഭാ യോഗം കൂടുമ്പോ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം പിടിച്ചു പറ്റുന്ന ഈ ഘടകകക്ഷികളിൽ ആരെങ്കിലും ഒരാൾ പറയുമെന്ന് പ്രതീക്ഷ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. MT വാസുദേവൻ നായര് പുകവലിക്കുന്നത് പ്രായപൂർത്തിയായിട്ടാണ്. ഇദ്ദേഹം ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും കണ്ടതുപോലെ തന്നെയുള്ളൊരു
ഒരു ഒരു വിഷയമാണിത്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉള്ളതല്ലേ, സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലും മദ്യത്തിന്റെ കുപ്പിയിലൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ. അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അതിന് ഉത്തരവാദപ്പെട്ട ഭരണഘടന വിഭാവനം ചെയ്ത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് പറയുന്നത്. എന്താ ഒരു 14-കാരനോ 15-കാരനോ പുക വലിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ദോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കിയിട്ട് ജനാധിപത്യപരമായി കൊഞ്ഞനം കുത്തലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, കേവലം 3 ദിവസം മുമ്പാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ 14 വയസ്സുകാരൻ ഒരാളെ കുത്തിക്കൊന്നിട്ടുള്ളത്. ലഹരി മരുന്നിന് അടിമയായിരുന്നു ആ കുട്ടി എന്നാണ് പറയുന്നത്. കുട്ടിയെന്നേ നമുക്ക് അവരെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ വട്ടം കൂടിയിരുന്ന ഈ പ്രതിഭയുടെ മകനെ പിടിപ്പിച്ചിട്ടുള്ള പ്രതീക്ഷ അത് ഒറ്റാണെന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ കോർട്ടിൽ നിന്നും അത് കൊടുക്കുന്ന ലേഖകർ പറയുന്നത് ഞാൻ കേട്ടു. ഇത് ഒറ്റാണ്, ഞങ്ങൾക്കിത് വിളിച്ചു പറഞ്ഞു തന്നത് കോൺഗ്രസുകാരും BJP-ക്കാരുമാണെന്ന്. അപ്പൊ ഈ ഒറ്റ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ കുട്ടി അത് പല സ്ഥലത്തിരുന്ന് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് ഒറ്റിയാൽ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് ഉറപ്പു വന്നിട്ട് ഒറ്റണമെങ്കിൽ ഈ കുട്ടിയും ഈ സംഘവും ഇതവിടെ മുൻപും ചെയ്തിട്ടുണ്ടായിരിക്കണം. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തുകൊണ്ടാണ് സജി ചെറിയാനെ പോലുള്ളവർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതാണ്. അതായത് മന്ത്രി സജി ചെറിയാൻ വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിക്കട്ടെ. അത് ഇതുപോലുള്ളൊരു പൊതുവേദിയിൽ വന്ന് പറയേണ്ടതാണോ? ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കേണ്ട ഒരു മന്ത്രിയല്ലേ സാംസ്കാരിക വകുപ്പിൻ്റെ? ഈ മന്ത്രി തന്നെ വന്ന് ഇങ്ങനെ പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കേൾക്കുന്നവർ ചിന്തിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു എന്നാണ്. ഈ കേസിൽ അങ്ങനെ ഒരു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടില്ല. അപ്പോൾ കേസുകൾ ഒന്നും പഠിക്കാതെ തന്നെയാണ് ഇദ്ദേഹം പൊതുവേദിയിൽ വന്ന് ഇത്തരം സംസാരങ്ങൾ സംസാരിക്കുന്നത്. ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഈ കേസിൽ MLA-യുടെ മകനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ നിയമപരമായി നേരിടാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ആ MLA ചെയ്തത് എന്താണ്? ആദ്യം തന്നെ ഒരു ലൈവ് അങ്ങിടുകയാണ് ചെയ്തത്. എൻ്റെ മകൻ ഇതൊന്നും ചെയ്തിട്ടില്ല, കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പ്രതിഭ MLA ആണ് അങ്ങനെ ഒരു ലൈവ് ഇട്ടത്. അവസാനം മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ച് തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഒരു MLA ആയിരുന്നപ്പോൾ പറയേണ്ടത് തീർച്ചയായും എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമവഴിക്ക് ആ വഴിക്ക് തന്നെ കേസ് പോകട്ടെ, ഞങ്ങൾ നിയമവഴിക്ക് നോക്കാം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്ന് തീർച്ചയായും പറയേണ്ടതായിരുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ മന്ത്രി സജി ചെറിയാൻ MD-യെ ഉപമിക്കുന്നത് എന്തിനോടാണ്? ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് NDPA ചുമത്തി എടുത്ത ഒരു കേസിനോടാണ് ഉപമിക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കെട്ട് ബീഡിയുമായാണ് കാണുന്നത്, അദ്ദേഹം വലിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. ആ ഉപമ ശരിയാണോ? പ്രതിഭ MLA-യുടെ മകനും 9 കുട്ടികളുമായാണ് പിടികൂടുന്നത്. 9 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോഴത് 3 ഗ്രാമായി മാറിയിട്ടുണ്ട്. വലിക്കുന്നത് കണ്ട് എന്നും പറയുന്നില്ല. ഇതൊക്കെ ഒരു പ്രാദേശിക വാർത്തയിൽ ഒതുക്കി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഈ MLA-യുടെ മകൻ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഇത്രയധികം വാർത്താ പ്രാധാന്യം ഈ കേസിൽ സൃഷ്ടിച്ചത്. അവിടെ ന്യായീകരിക്കാനുണ്ടായത് ആരോ വിളിച്ചു പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോയി കേസെടുത്തു എന്നാണ്. ഇത് 3 ഗ്രാമായാലും 1 ഗ്രാമായാലും തെറ്റ് തന്നെയല്ലേ? എന്തായാലും രാജ്യത്തിൻ്റെ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്നവരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പറഞ്ഞതിന് ശേഷം വാർത്തകൾ ഇത്രയും വന്നതിന് ശേഷവും ഒരു ഖേദപ്രകടനം പോലും അദ്ദേഹം നടത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് പുതിയ കാര്യമല്ലല്ലോ. കേരളത്തിൻ്റെ ഭരണഘടനയെ പോലും അധിക്ഷേപിച്ച ആളല്ലേ. ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്ന ആളുകൾക്ക് ഒരു ലൈസൻസ് കൊടുത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. കുട്ടികളാകുമ്പോൾ കൂട്ടുകൂടും, വലിക്കും, അതിനെന്താ എത്ര വലിയ കാര്യം എന്നാണ് ചോദിക്കുന്നത്. ഇയാളൊരു മന്ത്രിസ്ഥാനത്തല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇദ്ദേഹം ഒരു മന്ത്രിയായിപ്പോയി. മന്ത്രിയാണ്. മന്ത്രി പറയുന്ന വാക്കുകൾ മാതൃകാപരമായിരിക്കണം, മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊരുമാതിരി വേറും തറ കൂതറയായി പോയില്ലേ. തീർച്ചയായും ഒരു പക്വതയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി പെരുമാറിയത്. നമ്മുടെ കേരളത്തിലെ
ദിവസവുമുള്ള ന്യൂസുകൾ വായിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം പോലുമില്ല ഏതെങ്കിലും ഒരു ലഹരിക്കടത്ത് കേസ് പിടിക്കാത്തതോ അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് പിടിക്കാത്തതോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കാത്തതായ ഒരു ദിവസം പോലും വാർത്തകൾ ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് യുവാക്കളും വിദ്യാർത്ഥികളും കടക്കാതിരിക്കാനും പ്രചോദനമാകുന്ന വാക്കുകൾ വേണം സംസാരിക്കാൻ. ഇങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി സംസാരിക്കുന്നത് ഇത്തരത്തിലാണെങ്കിൽ കഞ്ചാവും അതുപോലെ ലഹരിയും ഉപയോഗിക്കുന്നവർക്കൊരു ലൈസൻസ് തന്നെയല്ലേ? 14 വയസ്സായാലും 50 വയസ്സായാലും ലഹരി ഉപയോഗം തന്നെയാണ്. ഇങ്ങനെയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ ഇത്തരത്തിലുള്ള നല്ല വാക്കുകൾ പറഞ്ഞു തരാത്ത സ്ഥിതിക്ക് നമുക്ക് സ്വയം ചിന്തിക്കേണ്ടതാണ്. ലഹരി ഉപയോഗം ആരോഗ്യം നശിപ്പിക്കുന്നു, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കും, പുതുതലമുറയെ നശിപ്പിക്കും, അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. പല കേസുകളും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചും കണ്ടും കേട്ടും അറിവുള്ളവരാണ്. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു കേസുണ്ടായാൽ അതിന് നിയമവഴികൾ ധാരാളമുണ്ട്. തെറ്റ് ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്.